ഗുഡ് മോർണിംഗ്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ കളക്ഷന് മുമ്പായിട്ട് നമ്മൾ ആ ഡേറ്റ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്താണെന്ന് പഠിച്ചു. കാരണം സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷനിലെ ഒരു മെത്തേഡാണ് ഡേറ്റ കളക്ഷൻ അല്ലേ. അപ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷനിൽ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് നമ്മൾ സ്റ്റേജസ് പഠിച്ചു. ഫസ്റ്റ് വണ് പ്ലാനിങ് ദ എൻക്വയറി, പിന്നെ നെക്സ്റ്റ് കളക്ഷൻ ഓഫ് ഡേറ്റ, തേർഡ് വണ് ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ, ഫോർത്ത് വണ് പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ, ഫിഫ്ത്ത് അനലൈസിങ് ദ പ്രസൻറ്റഡ് ഡേറ്റ, സിക്സ്ത്ത് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദി കളക്റ്റഡ് ഡേറ്റ ആൻഡ് ഫോർകാസ്റ്റിംഗ്. ഇത്രയാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറിയിലെ ഡിഫറെൻറ്റ് സ്റ്റേജസ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് കളക്ഷൻ ഓഫ് ഡേറ്റയാണ് നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ കളക്ഷൻ ഓഫ് ഡേറ്റയുടെ മുമ്പായിട്ടുള്ള ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട് ഇല്ല. അതായത് കളക്ഷൻ ഓഫ് ഡേറ്റയുടെ പ്രിലിമിനറി സ്റ്റെപ്പായിട്ട് വരുന്ന പ്ലാനിങ് ദി സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി, പ്ലാനിങ് ദി എൻക്വയറി. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് നമുക്ക് അങ്ങനെ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അതായത് വാട്ട് ഈസ് ദ പ്രീ റിക്വയർമെൻറ്റ്സ് ഓഫ് കളക്ഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ഒന്നാണ് പ്ലാനിങ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി. ഓക്കെ, അതായത് എന്താണ് അത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി ഡേറ്റ കളക്ട് ചെയ്യേണ്ട മുമ്പ് നമ്മൾ ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ എന്ന് വെച്ചാൽ ഒരു പ്ലാന് പ്രിപ്പയർ ചെയ്യണം ഇല്ലേ. നമുക്ക് ആ ഡേറ്റയുടെ പ്ലാൻ, അതായത് എത്ര ഏതൊക്കെ ഇതാണ് നമുക്ക് വേണ്ടി, ഏത് സോഴ്സിൽ നിന്നാണ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡേറ്റ കളക്ട് ചെയ്യേണ്ടത്, അത് എത്ര ടൈം എടുക്കും, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ്, അതിൻ്റെ യൂണിറ്റ് എന്താണ്, എന്തിനാണത്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മൾ എന്ത് ചെയ്യണം, ആ ഓരോന്നിനും ഓരോ പ്ലാന് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ പ്ലാൻ സെറ്റ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് നമുക്ക് എന്തൊക്കെയാണ് അതിൽ നമ്മൾ നോക്കേണ്ടത് എന്ന് നോക്കാം. എന്തൊക്കെ വാട്ട് ഈസ് ദ തിങ്സ് ടു ബി ഒബ്സർവ് ടു പ്ലാൻ ടു സെറ്റ് എ പ്ലാൻ. അപ്പോൾ ആ ഫസ്റ്റ് തിങ്സ് എന്താണെന്നുള്ളത് നമുക്ക് ഫസ്റ്റ് നോക്കാം. അതായത് ഫസ്റ്റ് വണ്ണ് നമ്മൾ നോക്കേണ്ട കാര്യം പ്ലാനിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറിയിൽ വരുന്ന ഫസ്റ്റ് വണ്ണ് എന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് ആൻഡ് സ്കോപ്പാണ്. ഓക്കെ, ഈ ഒബ്ജക്റ്റ് ആൻഡ് സ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യന് ഡേറ്റ കളക്ട് ചെയ്യുന്ന ആളെന്തേലും മസ്റ്റ് ഡിസൈഡ് ദ പർപ്പസ് ഫോർ വിച്ച് ഡേറ്റ ടു ബി കളക്റ്റഡ്. നമ്മൾ ഏത് ഡേറ്റയാണ് കളക്ട് ചെയ്യേണ്ടത് എന്തേലും, അതുപോലെ തന്നെ അതിൻ്റെ പർപ്പസ് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എടുക്കേണ്ടത് അല്ലേ. ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ ലക്ഷ്യം തന്നെ എന്താണ്, ഏത് ഡേറ്റ കളക്ട് ചെയ്യണം, അതായത് എന്ത് പർപ്പസിനാണെന്നൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഫസ്റ്റ് തിങ്സ് വരുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്കറിയാം ഡേറ്റ എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഡേറ്റ എന്തായാലും ക്ലിയർലി ഡിഫൈൻഡ് ആയിരിക്കണം. നമ്മൾ പ്രിസിഷൻലി ഡിറ്റർമൈൻഡ് ആൻഡ് ക്ലിയർലി ഡിഫൈൻഡ് ആയിരിക്കണം. അപ്പോൾ നമുക്കറിയാം ഇത് എന്തിനാണെന്നില്ല, നമുക്ക് അതിനൊരു കറക്റ്റായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് നമുക്ക് വേണം. അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ പർപ്പസ് എന്ന് കറക്റ്റാണ്. നമുക്ക് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഡേറ്റാസ് ഫുള്ളും വേണ്ട. കാരണം നമുക്ക് വെച്ചാൽ ഓവർ ഡേറ്റ കിട്ടിയാൽ നമുക്കത് മാനേജ് ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടാണല്ലോ. ഇപ്പം നമുക്ക് നമ്മളെ ക്ലാസ്സിലെ കുട്ടികളുടെ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ ഇപ്പോൾ നമ്മളെ കോളേജിൽ ഫുള്ള് സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതെന്ന് വെച്ചാൽ ഓവറാണ്. അപ്പോൾ നമുക്ക് അതിന് കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് മനസ്സിലാകും നമ്മളെ ക്ലാസ്സിലെ കുട്ടികളുടെ ഡേറ്റ മാത്രം മതി അതിന് ഇല്ലേ. അപ്പോൾ നമ്മൾ അത് മാത്രം കളക്ട് ചെയ്യുക. അപ്പോൾ അത് ക്ലിയർ ആയിരിക്കണം. ഇപ്പോൾ എത്ര പേരുണ്ട്, നമ്മൾ ജസ്റ്റ് ഒരു അറ്റൻഡൻസ് എടുത്തിട്ട് കഴിയും, നമുക്ക് അതിൻ്റെ മുമ്പ് അറിയണം. ഇപ്പോൾ 38 സ്റ്റുഡൻറ്റെങ്കിൽ 38 ഉണ്ടോ ഇല്ലേ, നമുക്കത് അറിയണം. എന്നാൽ നമുക്ക് ഒരു ക്ലിയർ ഡെഫിനിഷൻ വേണം ഫസ്റ്റ് തന്നെ. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ചില ഒബ്സർവേഷനൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഇത്ര ടൈം ഒരു ക്ലിയർലി നമുക്ക് ഇത്ര സമയം കൊണ്ട് ആ ഒരു ഒബ്സർവേഷൻ അല്ലെങ്കിൽ ആ റിസർച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അത് ഏത് ടൈപ്പാണ് എൻക്വയറി ചെയ്യാൻ അഡോപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ടൈമാണ്, എത്രത്തോളം ടൈം എടുക്കും, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ മുമ്പ് തന്നെ ഒരു അനാലിസിസ് തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ കൂടുതൽ ലാർജ് ക്വാണ്ടിറ്റി ഡേറ്റ എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കളക്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ കോളേജിൽ ടോട്ടൽ സ്ട്രെങ്ത് എടുക്കുന്ന പറഞ്ഞ പോലെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഡേറ്റാസ് നമുക്ക് അഡിക്വേറ്റ്, നമുക്ക് അത്യാവശ്യം വേണ്ട ഡേറ്റാസ്, നമുക്ക് എന്താണോ ഡേറ്റാസ് വേണ്ടത് അത് മാത്രം കളക്ട് ചെയ്യുക. അങ്ങനെ അത് കളക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ പ്ലാനിങ്ങിന് നമുക്ക് അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് വേണം. അതുപോലെ തന്നെ സ്കോപ്പ്, എന്താണ് അതിൻ്റെ പർപ്പസ് എന്ന് നമ്മൾ നോക്കണം. ആ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഡേറ്റാസ് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വണ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. സോഴ്സ് നമുക്കറിയാം. എന്താണ് സോഴ്സ്? ഫ്രോം വിച്ച് ഡാറ്റ
ഹാവ് ടു ബി കളക്റ്റഡ് ഇല്ലേ. നമ്മൾ എവിടെ നിന്നാണ് ഡേറ്റ കളക്ട് ചെയ്യുന്നത് അതാണ് നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോഴ്സ് 2 ടൈപ്പ് ഉണ്ട്. ഒന്നല്ലെങ്കിൽ പ്രൈമറി ആവാം അല്ലെങ്കിൽ സെക്കൻഡറി ആവാം. പ്രൈമറി എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ പ്രൈമറി ഡേറ്റ എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം തന്നെ ആ ഇൻവെസ്റ്റിഗേറ്റർ ഡേറ്റ കളക്ട് ചെയ്യുന്നതാണ് പ്രൈമറി. അയാളുടെ ഡയറക്റ്റ് ഇൻവെസ്റ്റിഗേഷനിലൂടെ കളക്ട് ചെയ്യുന്ന ഡേറ്റയാണ് എന്ത് പറയുന്നത് primary. So primary data are those collected for the first time by the investigator or enumerates. Okay, enumerates അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ ഫസ്റ്റ് ടൈം കളക്ട് ചെയ്യുന്ന അവരുടെ സെൽഫ് ഒബ്സർവേഷനിലൂടെ ഡയറക്റ്റ്ലി കളക്ട് ചെയ്യുന്ന ഡേറ്റയാണ് നമ്മൾ പറയുന്നത് പ്രൈമറി ഡേറ്റ. ഓക്കെ, അതുപോലെ തന്നെ സെക്കൻഡറി ഡേറ്റ എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഓൾറെഡി ആരെങ്കിലും കളക്ട് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും മാഗസീന്ന് അങ്ങനെ എന്തെങ്കിലും. ഇപ്പോൾ നമ്മളെ കോളേജിൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഡയറക്റ്റ് നിങ്ങളോട് നിങ്ങളെ പേര് ചോദിക്കുകയാണെങ്കിൽ പേരും റോൾ നമ്പറും ചോദിക്കുകയാണെങ്കിൽ അത് പ്രൈമറി ഡേറ്റയാണ്. അതല്ല ഇനിയിപ്പോൾ ഞാൻ കോളേജ് ഓഫീസ് വഴി ആണ് എനിക്ക് നിങ്ങളുടെ പേരും ഇതും കിട്ടുകയാണെങ്കിൽ അതെന്താണ് സെക്കൻഡറി ഡേറ്റ. അവിടെ നിന്ന് വെച്ചാൽ നമ്മൾ ഓഫീസിലെ സ്റ്റാഫ്സ് എന്താണ് ഓൾറെഡി നിങ്ങളെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടല്ലേ. അതുപോലെ തന്നെ വേറെ ആരെങ്കിലും കളക്ട് ചെയ്തിട്ടുള്ള ഒരു ഡേറ്റയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതാണെന്ത് സെക്കൻഡറി ഡേറ്റ. അല്ലെങ്കിൽ നമ്മൾ മാഗസീനിൽ ജേർണൽസിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഡേറ്റ എന്താണ് സെക്കൻഡറി ഡേറ്റ. അതായത് അവർ ഈ മാഗസീൻസിലൊക്കെ ജേർണലിസ്റ്റൊക്കെ കളക്ട് ചെയ്തിട്ടുള്ള ഡേറ്റയിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്, അത് സെക്കൻഡറി ഡേറ്റ. സോ സെക്കൻഡറി ഡേറ്റ ഓർ ദൂസ് ദ ഹാവ് already been collected by others and which are usually available in journals and magazines. അതൊക്കെ ഒരു എക്സാമ്പിളാണ്. അതായത് ഓൾറെഡി കളക്ട് ചെയ്തിട്ടുള്ള ഡേറ്റയിൽ നിന്നാണ് നമ്മൾ ഡേറ്റ എടുക്കുന്നതെങ്കിൽ അതാണത് സെക്കൻഡറി ഡേറ്റ. ആ സോഴ്സാണിത് സെക്കൻഡറി സോഴ്സ്. അപ്പോൾ ഈ മാഗസീൻസൊക്കെ സെക്കൻഡറി സോഴ്സാണ്. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് നിങ്ങളോട് ചോദിക്കുന്നത് എന്താണ് പ്രൈമറി സോഴ്സാണ്. ഓക്കെ, നമ്മൾ ഈ ക്വസ്റ്റ്യനെയറിൽ ചോദിക്കുകയൊക്കെ പ്രൈമറി ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളെ പേര് റോൾ നമ്പറൊക്കെ അറ്റൻഡൻസിൽ തരുന്നതെന്നാണ്, അത് പ്രൈമറി ഡേറ്റ കളക്ഷനാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഈ ഡേറ്റയുടെ നമുക്ക് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ നമ്മൾ തീരുമാനിച്ചാൽ അതിൻ്റെ നാച്ചുറൽ അല്ലെങ്കിൽ അതിൻ്റെ സ്കോപ്പ് ഇതെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. പിന്നെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എന്തിനാണ് ഈ സെക്കൻഡറി യൂസ് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്തിരുന്നത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ നിങ്ങളെ കോൺടാക്റ്റ് ഒന്നും എൻ്റെ കയ്യിലില്ല എന്ന് വെക്കുക, പക്ഷേ ഓരോരുത്തരെ വിളിച്ചിട്ട് റോൾ നമ്പർ ചോദിക്കുമ്പോൾ എന്തായിരിക്കും നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യുമെന്നും അതുപോലെ തന്നെ എക്സ്പെൻസ് ഇങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് പ്രൈമറിയിലുണ്ട്. അപ്പോൾ പക്ഷേ ഒറ്റയടിക്ക് നമുക്ക് ഓഫീസിൽ നിന്ന് ആ ഡേറ്റ കിട്ടുമ്പോൾ അത് ബെറ്ററാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സെക്കൻഡറി ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്ന് ടൈപ്പ് ഓഫ് എൻക്വയറി. നമ്മൾ ഈ ഡേറ്റ കളക്ട് ചെയ്യാൻ എൻക്വയറി നമ്മൾ പഠിക്കുന്നില്ല, ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറിയാണ് പഠിക്കുന്നത്. അപ്പോൾ അത് എത്ര ടൈപ്സിലുണ്ട് അതും എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ പ്ലാനിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഓക്കെ, അപ്പോൾ തേർഡാണ് ടൈപ്സ് ഓഫ് എൻക്വയറി. ഇപ്പോൾ ഈ എൻക്വയറിയുടെ ഏത് ഡിഫറെൻറ്റ് ടൈപ്സ്, ഏത് എൻക്വയറിയാണ് ഏത് ടൈപ്പ് എൻക്വയറിയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ആ എൻക്വയറിയുടെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സ്കോപ്പ് അതിനെ ഡിപ്പെൻഡ് ചെയ്യും ഏത് ടൈപ്പ് യൂസ് ചെയ്യണം എന്നുള്ളത്. അതുപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് ടൈം, നമുക്ക് എത്ര സമയത്തിൻ്റെ ഉള്ളിൽ വേണം എന്നുള്ളതും എന്തുണ്ട് ഈ എൻക്വയറിയെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് ഇപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് എൻക്വയറിയിലൊന്നാണ് നമ്മൾ സെൻസസ് അല്ലെങ്കിൽ സാമ്പിൾ. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡേറ്റ വേണം നമ്മൾ എല്ലാ സെൻസസ് എന്ന് വെച്ചാൽ ഫുൾ സ്ട്രെങ്ത്തിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുക, അത് പോസിബിൾ ആവില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാരിൽ നിന്ന് മാത്രം കളക്ട് ചെയ്യും, സാമ്പിളാണ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ അവൈലബിലിറ്റി ഓഫ് ടൈം എത്ര ടൈമിൻ്റെ ബേസ് ചെയ്തിട്ടും അതുപോലെ മണി ആൻഡ് ഫെസിലിറ്റീസ് നമുക്ക് ഇപ്പോൾ ഫുൾ എടുക്കാനുള്ള നമ്മളെല്ലാവരോടും പോയി എടുക്കുമ്പോൾ നമുക്കറിയാം കൂടുതൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ സെൻസസിന് ആക്കുന്നത് അപ്പോൾ എല്ലാവരുടെ അടുത്തും പോയി ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ അത്രയും അവർക്ക് എന്ത് ചെയ്യണം നമ്മൾ സാലറി ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യണം ഇല്ലേ വേണ്ടേ. പക്ഷേ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പേര് മാത്രം പഞ്ചായത്തിലെ എല്ലാ പേരാകുമ്പോൾ അത്രയും ദിവസം നമ്മൾ ആരെയാണോ ഏൽപ്പിച്ചത് അവർ പോയിട്ട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. അപ്പോൾ എന്ന് വെച്ചാൽ അവർക്കുള്ള വേജസ് അതൊക്കെ എക്സ്ട്രാ ആയിട്ട് വരും. പക്ഷെ ആ സമയം കുറച്ച് പേരെ മാത്രം എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവിടെ അതെല്ലാം നമുക്ക് ഒന്നും കൂടെ ചുരുക്കാൻ പറ്റും. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ സെലക്ഷൻ ഏത് ടൈപ്പ് എൻക്വയറി യൂസ് ചെയ്യുന്നതിന് മെയിൻലി ഡിപ്പെൻഡ് ഓൺ സം ഫാക്ടേഴ്സ് ലൈക്ക് ഒബ്ജക്റ്റ് ആൻഡ് സ്കോപ്പ് ഓഫ് എൻക്വയറി, അവൈലബിലിറ്റി ഓഫ് ടൈം, പിന്നെ മണി ആൻഡ് ഫെസിലിറ്റീസ് ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ എൻക്വയറി ഡിഫറെൻറ്റ് ടൈപ്സ് എൻക്വയറി ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് സെൻസസ് ഓർ സാമ്പിൾ, സെക്കൻഡ് ഒറിജിനൽ ഓർ റിപ്പീറ്റേറ്റീവ്, തേർഡ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്, ഫോർത്ത് വൺ ആണ് ഓപ്പൺ ഓർ കോൺഫിഡൻഷ്യൽ, സിക്സ്ത് വണ്
ഫിഫ്ത്ത് വണ്ണാണ് ജനറൽ പർപ്പസ് ഓർ സ്പെഷ്യൽ പർപ്പസ്. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുക, എൻക്വയറിയെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളതാണ് സെൻസസ് ഓർ സാമ്പിൾ. ഈ സെൻസസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു സർവേ ചെയ്യുക, എന്ന് വെച്ചാൽ ഓൾ ദ യൂണിറ്റ്സ് ആർ കളക്റ്റഡ് വിത്ത് ദ ഹെൽപ്പ്. എല്ലാ യൂണിറ്റും എല്ലാവരുടെ അടുത്തും പോയിട്ട് നമ്മൾ എടുക്കുമ്പോഴാണ് അത് സെൻസസ് എൻക്വയറി ചെയ്യുക. അതല്ല ഇപ്പം നമ്മൾ എന്ന് വെച്ചാൽ ഒരു സെലക്റ്റഡ് യൂണിറ്റ് മാത്രം, ഇപ്പോൾ നമ്മളെ കോളേജിൽ ഇപ്പോൾ എല്ലാ കുട്ടികളോടും നമ്മൾ ഒരു അഭിപ്രായം ചോദിക്കുന്നതാണ് എന്ത് പറയുന്നത്, അതിനെയാണ് നമ്മൾ സെൻസസ് എന്ന് പറഞ്ഞത്. ആ സമയം നമ്മൾ കോളേജ് ഇലക്ഷനിലൂടെ തിരഞ്ഞെടുത്ത കുറച്ച് പേരുണ്ടാവില്ലേ, റെപ്രസെൻറ്റേറ്റീവ്സ് ആണത്. ആ റെപ്രസെൻറ്റേറ്റീവ്സിനോട്, ആ സെലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സിനോട് മാത്രം ചോദിച്ചിട്ട് നമ്മൾ ആ ഡാറ്റ, അവരുടെ കയ്യിൽ നിന്നുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ സാമ്പിൾ എൻക്വയറി എന്ന് പറയുക. ഓക്കെ, അപ്പോൾ സെൻസസും സാമ്പിളും മറക്കരുത്. സെൻസസ് എന്ന് വെച്ചാൽ ഫുള്ള് എടുക്കുമ്പോൾ, സാമ്പിൾ എന്ന് വെച്ചാൽ കുറച്ച് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള സെലക്റ്റീവ് യൂണിറ്റ്സ് മാത്രം എടുക്കുന്നതാണ് സാമ്പിൾ. പിന്നെ നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്ന എൻക്വയറി ആണ് ഒറിജിനൽ ഓർ റെപ്പിറ്റേറ്റീവ്. ഒറിജിനൽ എൻക്വയറി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ ചെയ്തു, ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് ഫസ്റ്റ് ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്തു, അതിൻ്റെ ആൻസർ കിട്ടി. അതിനെയാണ് നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈമിൽ തന്നെ കിട്ടുമ്പോൾ നമ്മളെന്താവും, അതന്നെ ഡയറക്റ്റായി എടുക്കുകയാണെങ്കിൽ അതാണ് ഒറിജിനൽ ഡാറ്റ എന്ന് പറയുന്നത്. പിന്നെ റിപ്പീറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചിലപ്പോൾ അത് കറക്റ്റ് ആയിരിക്കുമെന്നില്ല, കുറേ പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ഡിഫറൻസിൽ ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടില്ല. അങ്ങനെ വാല്യൂ ചെയ്തിട്ട് അതിൽ നിന്ന് ഏകദേശം കറക്റ്റായിട്ടുള്ള ഒരു വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒന്നും കൂടി അതിൻ്റെ അക്യുറസി കൂടും. അപ്പോൾ അങ്ങനെയാണെന്ന് പറയാം റിപ്പീറ്റേറ്റീവ് എന്ന് പറയുന്നത്. അത് റിപ്പീറ്റേറ്റീവ് എൻക്വയറി ഈസ് വൺ വിച്ച് ക്യാരിഡ് ഓൺ ദി കണ്ടിന്യൂവേഷൻ ഓഫ് പ്രീവിയസ് എൻക്വയറി. അപ്പോൾ പ്രീവിയസ് എൻക്വയറി വഴി കിട്ടുന്നതാണ് എന്ത് പറയുന്നത്, നമ്മൾ റിപ്പീറ്റേറ്റീവ്. അതായത് ഓരോന്നും കണ്ടിന്യൂവേഷനിലൂടെ കിട്ടുന്നതാണ് റിപ്പീറ്റേറ്റീവ്. അതായത് ഫസ്റ്റ് ടൈം ഉള്ളതാണ് പറയുന്നത് ഒറിജിനൽ എൻക്വയറി. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് എൻക്വയറി ആണ്. ക്വാളിറ്റേറ്റീവ്, ഒറിജിനൽ, ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. ഡയറക്റ്റ് എൻക്വയറി എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഒരാളുടെ ഒരു ഹൈറ്റ് നമുക്ക് ഡയറക്റ്റായിട്ട് കളക്ട് ചെയ്യില്ല. അതായത് ക്വാണ്ടിറ്റി ആണ്. ഹൈറ്റ് എന്ന് വെച്ചാൽ ഇത്ര സെൻറ്റിമീറ്റർ ഒരു ക്വാണ്ടിറ്റി, അത് നമുക്ക് ഡയറക്റ്റായി കളക്ട് ചെയ്യാം. പക്ഷേ ഒരാൾക്ക് എത്രത്തോളം ബുദ്ധി ഉണ്ടെന്നുള്ളത് നമുക്ക് ഡയറക്റ്റായിട്ട് കളക്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഹൈറ്റ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു 160 സെൻറ്റിമീറ്റർ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കളക്ട് ചെയ്യാം. പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ഒരാളുടെ ഇൻ്റലിജൻസ് ഒക്കെ ഇപ്പോൾ നമുക്ക് അതിനെ കറക്റ്റായിട്ട് കിട്ടില്ല, വേറെ എല്ലാവരോടൊക്കെ ചോദിച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക്, അല്ലെങ്കിൽ അയാൾക്കൊരു എക്സാം എന്ന് കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനെയാണ് നമ്മൾ സെക്കൻഡറി ഇൻഡയറക്റ്റ് എൻക്വയറി എന്ന് പറയും. ഇൻഡയറക്റ്റ് എൻക്വയറി ആണത്. ഡയറക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാം, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ഡയറക്റ്റ് കളക്ട് ചെയ്യുന്നതാണ് ഡയറക്റ്റ് എൻക്വയറി. ഓക്കെ, ഹൈറ്റ് നമുക്ക് ഡയറക്റ്റ് കളക്ട് ചെയ്യുക, പക്ഷേ എന്താണ് നമ്മൾ ഇൻ്റലിജൻസ് ഒക്കെ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് മാത്രമാണ് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഓപ്പൺ എൻക്വയറി നെക്സ്റ്റ് വരുന്നത്, ഓപ്പൺ ആൻഡ് കോൺഫിഡൻഷ്യലാണ് വരുന്നത്. അപ്പോൾ ഈ ഓപ്പൺ എൻക്വയറി എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഡീറ്റെയിൽസ് ഇപ്പോൾ നമുക്ക് അറിയാം, ഇപ്പോൾ ജേർണലിസ്റ്റിനൊക്കെ 2 ടൈപ്പ് എൻക്വയറി നടത്തില്ലേ. ഒന്ന് കോമൺ ആയിട്ട് പബ്ലിക്കിന് കൊടുക്കുന്നത് ഇല്ലേ, അതായത് ഒന്നും സീക്രട്ടായിട്ട് വെക്കാതെയുള്ള ഡീറ്റെയിൽസ്, അതിനെയാണ് നമ്മൾ ഓപ്പൺ എൻക്വയറി എന്ന് പറയുക. അതുപോലെ തന്നെ ചിലത് നമുക്കുണ്ടാവും ഒരു ഇപ്പോൾ നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ ആ മെമ്പേഴ്സിന് മാത്രം പറ്റുള്ളൂ, അത് കോൺഫിഡൻഷ്യലാണ്, എല്ലാവർക്കും പബ്ലിക്കിന് പൊതുവായിട്ട് നമ്മൾ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളതിനെയാണ് കോൺഫിഡൻഷ്യൽ എന്ന് പറയുക, കോൺഫിഡൻഷ്യൽ എൻക്വയറി. അപ്പം 2 ടൈപ്പ് എൻക്വയറി ആണുള്ളത്. ആ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് ഇപ്പോൾ എൻക്വയറി എന്ന് വരുമ്പം നമ്മൾ സീക്രട്ടാണോ അല്ല എന്നുള്ള ബേസ് ചെയ്തിട്ട് ഓപ്പൺ ഉണ്ട്, അതുപോലെ തന്നെ കോൺഫിഡൻഷ്യലും ഉണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ജനറൽ പർപ്പസ് എൻക്വയറി ഇല്ലേ. ജനറൽ പർപ്പസ് എൻക്വയറി എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ എൻക്വയറി എടുത്ത് എല്ലാ പർപ്പസിനും വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ നമ്മൾ സ്റ്റുഡൻസിൻ്റെ പേര് രജിസ്റ്റർ നമ്പർക്ക് എടുക്കും, അതൊക്കെ എന്താണ് ജനറൽ പർപ്പസ് എൻക്വയറി ആണ് ഓഫീസിൽ ചെയ്തത്. കാരണം ആ ഡീറ്റെയിൽസിനെ നമ്മളിനി എല്ലാത്തിനും യൂസ് ചെയ്യുന്നത്, എക്സാമിനും അതാണ് യൂസ് ചെയ്യുന്നത്,
ചെയ്യുന്നത്. ഇപ്പോൾ ഏതെങ്കിലും സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ അത് ഇല്ലേ, അങ്ങനെ എല്ലാ പർപ്പസിനും വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ജനറൽ പർപ്പസ് എൻക്വയറി. ഇനി ഒരു സ്പെഷ്യൽ പർപ്പസ് എൻക്വയറി എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ കേസിന് മാത്രം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഒരു ആർട്സിൻ്റെ ഒരു ഇതിലാകുമ്പോൾ നമ്മൾ കുറച്ച് പേര് കളക്ട് ചെയ്ത് അതെന്ന് വെച്ചപ്പോൾ നമ്മൾ സിംഗേഴ്സ് കുറച്ച് പേര് കളക്ട് ചെയ്ത് നെയിം എടുത്തു. അതെന്ന് വെച്ചാൽ ആ ഒരു ആർട്സ് എന്നുള്ള ആ സിംഗിങ് എന്നുള്ള പ്രോസസ്സിന് മാത്രം വേണ്ടിയിട്ടാണ്. അവരെടുത്തിട്ട് ഇപ്പോൾ നമുക്ക് ഡാൻസേഴ്സിൻ്റെ കൂടെ പറ്റുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യൽ പർപ്പസ് ആയിട്ടുള്ള എൻക്വയറി. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് എൻക്വയറീസ് ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വണ്ണാണ് പ്ലാനിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ്. നെക്സ്റ്റ് ഫാക്ടറാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്. നമുക്കറിയാം, നമ്മൾ ഒരു മെഷർമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡേറ്റ എടുക്കുമ്പോൾ അതെന്തായിരിക്കും സ്പെസിഫൈഡ് ബൈ ഇറ്റ്സ് യൂണിറ്റോട് കൂടെ സ്പെസിഫൈ ചെയ്തിരിക്കണം അല്ലേ. അപ്പോൾ നമുക്കറിയാം യൂണിറ്റ് എന്ന് വെച്ചാൽ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് അപ്ലൈ ടു ദ ഡേറ്റ ഇൻ എനി പർട്ടിക്കുലർ പ്രോബ്ലം ഈസ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്. നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിന് അപ്ലൈ ചെയ്യുന്ന ഒരു ഡേറ്റയെ അതിൻ്റെ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് നമ്മളെ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വീറ്റ് എടുക്കുക. നമ്മൾ ഏത് യൂണിറ്റാണ് പറയുക? 10 കണക്കിനെന്നാണ് പറയല്ലേ. അപ്പോൾ 10 എടുത്തു. പിന്നെ കുറച്ചാണ് നമുക്ക് ഗ്രാം എടുക്കാം, മീറ്റർ, ഇതൊക്കെ എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്. അതായത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ ഡേറ്റ കളക്ഷനിൽ ഡേറ്റ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന യൂണിറ്റാണിത് സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്. ഇപ്പോൾ നമുക്ക് ഒരു ഡേറ്റ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഡേറ്റ കളക്ഷനിൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? അതിൻ്റെ യൂണിറ്റ് നമ്മൾ ഫിക്സ് ചെയ്യണം ഇല്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ടോട്ടൽ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന റൈസ് എത്രയെന്ന് എടുക്കുക. നമ്മൾ ഓൾറെഡി നമ്മൾ ഏതിലാണെന്ന് പറയാം, കിലോഗ്രാമിലാണെങ്കിൽ നമ്മൾ ഓൾറെഡി കിലോഗ്രാം എന്നല്ലേ സ്പെസിഫൈ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഇത്ര ടണ്ണിലാണ് നമ്മൾ എടുക്കുന്നതെന്ന് നമ്മൾ ഓൾറെഡി സ്പെസിഫൈ ചെയ്യണം. സോ സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് എന്നാണ് ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റിനാണ്. പിന്നെ നെക്സ്റ്റ് ഡിഗ്രി ഓഫ് അക്യുറസി. അത് നമ്മളെ ഈ സ്റ്റാറ്റിസ്റ്റീഷ്യൻ അയാളാണ് തീരുമാനിക്കുന്നത് എത്രത്തോളം ഡിഗ്രി അക്യുറസി വേണം. അതായത് ഫുൾ അക്യുറേറ്റ് ആണോ അല്ല എന്നുള്ളത് അവർ തീരുമാനിക്കേണ്ട ഒരു ഫാക്ടറാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ 2 വെയിറ്റ് എടുക്കുക. നമ്മൾ ഒരു ഗ്രെയിനിൻ്റെ വീറ്റിൻ്റെ വെയിറ്റ് എടുത്തു, അതുപോലത്തെ നമ്മൾ ഗോൾഡിൻ്റെ വെയിറ്റ് എടുത്തു. രണ്ടും ഒരുപോലെയാണ് വെയിറ്റ് എടുക്കുന്നത്? അല്ല. വീറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇത്ര കിലോഗ്രാം അല്ലെങ്കിൽ ഗ്രാം ബേസ്, നമ്മൾ ഒരിക്കലും മില്ലിഗ്രാം എത്രയെന്നൊന്നും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, വെയിറ്റ് എടുക്കും. പക്ഷേ ഗോൾഡ് എന്താണ്? നമ്മൾ മില്ലിഗ്രാം വെച്ചിട്ട്, കാരണം അത് അത്രയും എന്താണ് പ്രീഷ്യസ് ആണല്ലേ. അപ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ ഡിമാൻഡ് വാല്യൂ കൂടുതലുള്ളതിന് നമ്മൾ അത്രയും സിമ്പിളായിട്ട്, അതായത് അത്രയും അക്യുറേറ്റ് ആയിട്ട് നമ്മൾ അതിൻ്റെ വെയിറ്റ് കാണും. പക്ഷേ അത്രത്തോളം ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ വില ഇല്ല നമുക്ക് വെയിറ്റിന്, പക്ഷേ നമ്മൾ എന്തെങ്കിലും അത് വെയിറ്റ് ചെയ്യുമ്പോൾ അത്രത്തോളം അക്യുറേറ്റ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് എത്രത്തോളം അക്യുറസി വേണോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, ഡേറ്റ കളക്ട് ചെയ്യേണ്ടത്. അത് ഒരു പ്ലാനിങ്ങിൽ വരുന്നതാണ്. ഡേറ്റ കളക്ട് ചെയ്യാനുള്ള പ്ലാനിങ്ങിൽ വരുന്നതാണ് ഡിഗ്രി ഓഫ് അക്യുറസി. നമുക്ക് എത്രയാണ് അക്യുറസി വേണ്ടത് അത് നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് വന്നത് കോസ്റ്റ് ഓഫ് ദ പ്ലെയിൻ. അതായത് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി ആകുമ്പോൾ ഈ മണി നമുക്കറിയാം, നമുക്ക് ക്യാഷ് ഇപ്പോൾ ഏത് ഡേറ്റ കളക്ഷൻ മെത്തേഡ് ആയാലും നമ്മളെന്താണ് ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറിനെ അല്ല, അതിൻ്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേജസിലും എത്രത്തോളം മണി നമ്മൾ സ്പെൻഡ് ആകുമെന്ന് നമ്മൾ ഓൾറെഡി നമുക്ക് കേൾക്കണം. നമുക്ക് ഒരു ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് ഇത്ര എന്താ പറയുക ഇത്ര ചിലവിലായിരിക്കണം ആ ഡേറ്റ നമ്മൾ ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്യണം. അല്ലാതെ ഇപ്പോൾ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്ത് നമ്മൾ കുറേ എംപ്ലോയീസിനെ വെച്ചിട്ട് അവർക്കൊക്കെ സാലറി എടുക്കുമ്പോൾ പക്ഷേ നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതലാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ഇത്ര ഡേറ്റ കിട്ടണമെങ്കിൽ ഇത്ര കോസ്റ്റ് ആകാൻ പാടുള്ളൂ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്യണം. അതൊക്കെ പ്ലാനിങ്ങിൽ വരുന്നത്. അപ്പോൾ പ്ലാനിങ്ങിൽ നമ്മൾ കോസ്റ്റ് ഫിക്സ് ചെയ്യണം, ഏത് സോഴ്സാണെന്ന് ഫിക്സ് ചെയ്യണം, ഏത് ടൈപ്പ് എൻക്വയറി വേണമെന്നൊക്കെ ഫിക്സ് ചെയ്യണം, ഏത് യൂണിറ്റിൽ വേണമെന്ന്, അക്യുറസി എത്ര വേണമെന്നോ, അതിൻ്റെ ഒബ്ജക്റ്റീവ്, സ്കോപ്പ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഫിക്സ് ചെയ്യണം. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് ആണ്. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതേപോലെ അങ്ങ് എഴുതുന്നത് കുറച്ചിട്ട് എഴുതിയാൽ മതി. മറ്റേതാണ് കറക്റ്റായി എഴുതേണ്ടത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതായത് ഒരു ഡേറ്റ മെഷർ ചെയ്യുന്നതിന് അപ്ലൈ ചെയ്യുന്ന യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിന് പർട്ടിക്കുലറായിട്ട് യൂസ് ചെയ്യുന്ന യൂണിറ്റാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ യൂണിറ്റ് എന്താണെന്നുള്ളത് എന്താണ് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് അത് ഡിഫൈൻ ചെയ്തിരിക്കണം. സോ നമുക്ക് പറയാം ഒരു ഡേറ്റയുടെ ഒരു പ്രോപ്പർ ആബ്സെൻസ്, ഒരു പ്രോപ്പർ ഈ യൂണിറ്റ് നമ്മൾ പ്രോപ്പർ അല്ല എന്ന് വെച്ചെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, ഡേറ്റയും അത്ര കറക്റ്റ് ആയിരിക്കില്ല. കാരണം നമുക്കിപ്പോൾ യൂണിറ്റ് ഇപ്പോൾ മില്ലിഗ്രാം ആണെങ്കിൽ നമ്മൾ ഡേറ്റ എടുക്കുമ്പോൾ തന്നെ അത്രയും ഇതിലായിട്ട് എടുക്കണം, ഇല്ല അത്രയും ക്ലിയർ ആയിട്ട് എടുക്കണം. അപ്പോൾ കിലോഗ്രാം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്രോക്സിമേറ്റ് എടുത്തിട്ട് നമുക്ക് ചെയ്യാം.
അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് എന്താണെന്ന് വെച്ചാൽ ദ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് അപ്ലൈ ടു ദ ഡേറ്റ ഇൻ എനി പർട്ടിക്കുലർ പ്രോബ്ലം. ഏത് പ്രോബ്ലത്തിലും നമ്മൾ ഡേറ്റയ്ക്ക് കൊടുക്കുന്ന യൂണിറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന യൂണിറ്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്. സോ ഇറ്റ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് ഈസ് അപ്ലൈ ടു ദി മെഷർമെൻറ്റ് ഓഫ് ഡേറ്റ. അതായത് ഡേറ്റ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്, ഫോർ എക്സാമ്പിൾ നമുക്ക് വെയ്റ്റിന് ഏതൊക്കെ ടൺ ആവാം, ഗ്രാമ്, കിലോഗ്രാമ് ഒക്കെ ആവാം. പിന്നെ ഡിസ്റ്റൻസ് നമുക്ക് മീറ്റർ, കിലോമീറ്റർ, ഇല്ലേ, കുറേ ഡിസ്റ്റൻസ് നമുക്ക് ഫീറ്റ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ടൈമിന് അവർ, മിനിറ്റ്സ്, സെക്കൻഡ്, ഇങ്ങനെ ഡിഫറെൻറ്റ് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഏതിലാണ് നമ്മൾ എത്രത്തോളം ക്ലാരിറ്റി വേണമെന്നുള്ളത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യണം, ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇതിലൊക്കെ നിന്ന് നമുക്കൊരു കസ്റ്റമറി യൂണിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ആണ് അപ്പോൾ എന്തിനു വേണ്ടി എസെൻഷ്യൽസ്. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് ആണെങ്കിൽ ആ യൂണിറ്റിന് എന്തൊക്കെ എസെൻഷ്യൽസ് അല്ലെങ്കിൽ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കണം എന്ന് നോക്കേണ്ടത്. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ യൂണിറ്റിന് എന്തൊക്കെ ക്വാളിറ്റി വേണം എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. എസെൻഷ്യൽസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് എടുക്കുമ്പോൾ അത് സിമ്പിൾ ആയിരിക്കണം, അതുപോലെ തന്നെ ക്ലിയർ ആയിരിക്കണം, വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. അതുപോലെ നമുക്ക് എന്തെങ്കിലും അണ്ടർസ്റ്റുഡിങ് ഒന്നും അതിൽ വരരുത്, മിസ്അണ്ടർസ്റ്റുഡ് വരരുത്. അതുപോലെ തന്നെ അതെന്താണ് ഇൻ്റർപ്രിട്ടേഷനൊക്കെ കറക്റ്റ് ആയിരിക്കണം അതിന്. സോ ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി സിമ്പിൾ, ക്ലിയർ, വെൽ ഡിഫൈൻഡ്, സോ ദാറ്റ് ഇറ്റ്സ് നോട്ട് മിസ്അണ്ടർസ്റ്റുഡ് ഓർ മിസ്ഇൻ്റർപ്രിറ്റഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്തു. ഇപ്പം നമ്മളൊരു ഡിസ്റ്റൻസ് നമ്മൾ കിലോമീറ്റർ യൂസ് ചെയ്തു. അത് എത്ര വർഷം കഴിഞ്ഞാലും എന്താണ് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അത് ഡിസ്റ്റൻസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. സോ നമുക്ക് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് ഷുഡ് ബി സ്റ്റേബിൾ ഓവർ സഫിഷ്യൻ്റ്ലി ലോങ് പീരീഡ്. ഏത് ലോങ് പീരീഡ് ആയാലും അതെന്തായിരിക്കണം, സ്റ്റേബിൾ ആയിരിക്കണം. അത് രണ്ടാമത്തെ ഒരു കണ്ടീഷനാണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ദ യൂണിറ്റ്. ഈ യൂണിറ്റ് എന്ന് പറയുന്നത് ഷുഡ് ബി അപ്രോപ്രിയേറ്റ് ടു ദി എൻക്വയറി. ഈ എൻക്വയറിക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പ്രൈസ്, ഇപ്പോൾ റീറ്റെയിൽ പ്രൈസ് ആണെങ്കിലും ഹോൾസെയിൽ പ്രൈസ് ആണെങ്കിലും ഒക്കെ നമ്മൾ അതിനൊരൊറ്റ പ്രൈസിൻ്റെ ഒരു യൂണിറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണ്, ഈ എൻക്വയറി നമ്മൾ ഏത് എൻക്വയറിയാണ് യൂസ് ചെയ്യുന്നത് അതിന് അപ്രോപ്രിയേറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ യൂണിറ്റ് ഷുഡ് ബി ഹോമോജീനിയസ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ ഒരു ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ആ എൻക്വയറിയുടെ ഫുൾ ടൈമിൽ എന്തായിരിക്കണം, അത് യൂണിഫോം ആയിരിക്കണം. ഓക്കെ, അതായത് എല്ലാത്തിനും ഒരേ കേപ്പ്. നമ്മൾ എന്ന് വെച്ചാൽ ഇപ്പോൾ കിലോമീറ്ററിലാണ് നമ്മളൊരു എൻക്വയറി കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേറ്റ് എടുക്കുന്ന കിലോമീറ്റർ ആണെങ്കിൽ സെക്കൻഡ് ഡേറ്റ് എന്തായിരിക്കണം, ആ കിലോമീറ്റർ തന്നെ യൂസ് ചെയ്യണം. അതായിരിക്കണം യൂണിറ്റ് എപ്പോഴും എന്തായിരിക്കണം, ഹോമോജീനസ് ആയിരിക്കണം. അതായത് എല്ലാ എൻക്വയറിയുടെ എല്ലാ സ്റ്റെപ്പിലും അതെന്തായിരിക്കണം, യൂണിഫോം ആയിരിക്കണം. ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ടൈപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് രണ്ട് ടൈപ്സ് ഉണ്ട്. ഒന്ന് യൂണിറ്റ്സ് ഓഫ് കളക്ഷൻ എന്ന് പറയും, പിന്നെ യൂണിറ്റ്സ് ഓഫ് അനാലിസിസ് എന്ന് പറയും. ഇപ്പോൾ യൂണിറ്റ്സ് ഓഫ് കളക്ഷൻ, ഓക്കെ, യൂണിറ്റ്സ് ഓഫ് കളക്ഷൻ അല്ലെങ്കിൽ യൂണിറ്റ്സ് ഓഫ് അനാലിസിസ്. ഈ യൂണിറ്റ്സ് ഓഫ് കളക്ഷൻ എന്താണെന്ന് ഉദ്ദേശിക്കുന്നത്, യൂണിറ്റ്സ് ഓഫ് കളക്ഷൻ ഓർ ദോസ് യൂണിറ്റ് ഇൻ ഐറ്റംസ് വിച്ച് ഡേറ്റ കളക്റ്റഡ്. അതായത് ഏത് ഡേറ്റയാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് യൂണിറ്റ് ഓഫ് കളക്ഷൻ എന്തായിരിക്കും, നമുക്ക് വ്യത്യാസപ്പെട്ടിരിക്കും. അതായത് യൂണിറ്റ് ഇത് ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻ ടേംസ് ഓഫ് വിച്ച് ഡേറ്റ കളക്ട്, ഏത് ഡേറ്റയാണ് നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ച്. ഫോർ എക്സാമ്പിൾ നമുക്ക് വീറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ടണ്ണിലാണ് പറയുക അല്ലേ. അത് ഇപ്പോൾ വീറ്റിൻ്റെ നമ്മൾ ടണ്ണിൽ പറയുക. അപ്പോൾ നമ്മൾ ഒരു ഹൈറ്റ് ഇപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റുഡൻസിൻ്റെ, അതായത് ഇന്ത്യയിലെ വീറ്റ് ഇപ്പോൾ നമ്മൾ ടെന്നിലാണ് പറയുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന വീറ്റ് എന്താ, നമ്മൾ കിലോഗ്രാം ബേസ് ചെയ്ത് എത്ര ടണ്ണ് യൂസ് ചെയ്തു എന്നല്ലേ നമ്മൾ പറയും, ഇത്ര കിലോഗ്രാം വീറ്റ് എടുത്തു എന്നാണ് പറയുക ഇല്ലേ. അതായത് ആ ഡേറ്റ, അപ്പോൾ യൂണിറ്റ്സ് ഓഫ് കളക്ഷൻ ഓർ ദൂസ് യൂണിറ്റ്സ് ഇൻ ടേംസ് ഓഫ് വിച്ച് ഡേറ്റ ആർ കളക്റ്റഡ്. ആ ഡേറ്റ ഏത് ഡേറ്റയാണോ കളക്ട് ചെയ്ത് അതിനനുസരിച്ചുള്ള ഒരു യൂണിറ്റാണ് നമ്മൾ യൂണിറ്റ് ഓഫ് കളക്ഷൻ എന്ന് പറയുന്നത്. ഈ യൂണിറ്റ് ഓഫ് കളക്ഷൻസ് തന്നെ ഇതിന് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ സിമ്പിൾ ആവാം അല്ലെങ്കിൽ കോംപ്ലക്സ് ആവാം. സിമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിച്ച് റെപ്രസെൻ്റ് എ സിംഗിൾ കണ്ടീഷൻ വിത്തൗട്ട് ക്വാളിഫിക്കേഷൻ. ക്വാളിഫിക്കേഷനിൽ ഒരൊറ്റ കണ്ടീഷൻ മാത്രമാണെങ്കിൽ നമ്മളെന്ത് പറയും, അതിന് സിമ്പിൾ കണ്ടീഷൻ. ഫോർ എക്സാമ്പിൾ നമുക്ക് ടണ്ണ്, പൗണ്ട് ഇല്ലേ, ഇതൊക്കെ എന്താണ് സിമ്പിളാണ്. അതായത് ഒരൊറ്റ യൂണിറ്റ് മാത്രമല്ലെങ്കിൽ അത് സിമ്പിളാണ്. അപ്പോൾ കിലോമീറ്റർ എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ് കിലോമീറ്റർ എന്ന് വെച്ചാൽ ഒരു സിമ്പിൾ യൂണിറ്റ്, അതായത് നമ്മളെ മെഷർമെൻറ്റ് ഡിസ്റ്റൻസിനുള്ളൊരു യൂണിറ്റ് ആണല്ലേ കിലോമീറ്റർ. എന്നാന്ന് വെച്ചാൽ എന്താണ്
ഇപ്പോൾ നമ്മൾ 2 യൂണിറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് 10 യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് വേറെ യൂണിറ്റ്, അത് നമ്മൾ ഒരിക്കലും സിമ്പിൾ യൂണിറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ 10 ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മെഷർമെൻറ്റിൽ 10 യൂസ് ചെയ്യുകയാണെങ്കിൽ അത് സിമ്പിളാണ്, കിലോമീറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് സിമ്പിളാണ്. പക്ഷേ നമ്മൾ ഇറ്റ് സ്കോൾ ഇപ്പോൾ എന്ന് വെച്ചപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത്ര കിലോമീറ്റർ എന്ന് വെച്ചപ്പോൾ ഒരു വസ്തു ഇത്ര കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കൊരു സിമ്പിൾ യൂണിറ്റ് കിട്ടിയത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇതെന്ന് വെച്ചാൽ ഇത്ര ദൂരം നമ്മൾ ഇതിനെ കൊണ്ടുപോയി, ഇത്ര വെയിറ്റുള്ള വസ്തു നമുക്കൊരു സിമ്പിൾ യൂണിറ്റ്, ദൂരം കൊണ്ടുപോയി നമ്മുടെ കിലോമീറ്റർ കിട്ടും. ഇത്ര വെയിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് കിലോ. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടിയിട്ടുള്ളതാണ് എന്ത് പറയുന്നത് കോമ്പോസിറ്റ് യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ പറയാം. യൂണിറ്റ് ഓഫ് കളക്ഷൻ എന്താവുക, സിമ്പിൾ ആവാം, കോംപ്ലക്സ് ആവാം. ഇപ്പോൾ സിംഗിൾ കണ്ടീഷന് ക്വാളിഫിക്കേഷൻ, ഒരു സിംഗിൾ കണ്ടീഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നെങ്കിൽ നമ്മൾ സിമ്പിൾ യൂണിറ്റ് അറിയാം. അതായത് ഇപ്പോൾ ടൺ, പൗണ്ട്, മീറ്റർ ഒക്കെ എന്ന് വെച്ചാൽ എന്താ സിമ്പിൾ യൂണിറ്റാണ്. ഓക്കെ, ഇപ്പോൾ ഇനി കോമ്പോസിറ്റ് യൂണിറ്റ് എന്ന് വെച്ചാൽ കോമ്പോസിഷൻ ഓഫ് 2 സിമ്പിളാണിത് കോമ്പോസിറ്റ് എന്ന് പറയുന്നില്ലേ. അത് രണ്ടിൻ്റെയും ഒരു സമ്മാണിത് കോമ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ ആഡിങ്, ഇതിൻ്റെ ഒപ്പം ഒരു ക്വാളിഫൈങ് വേർഡും കൂടെ, അതായത് സിമ്പിൾ യൂണിറ്റിൻ്റെ കൂടെ ഒരു ക്വാളിഫൈങ് വേർഡും കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കോമ്പോസിറ്റ് യൂണിറ്റ്. കിലോമീറ്റർ എന്ന് വെച്ചാൽ ഒരു സിമ്പിൾ യൂണിറ്റാണ്. ഇഫ് ഇറ്റ് ഈസ് ക്വാളിഫൈഡ് ബൈ വേർഡ് 10, യൂണിറ്റ് എന്തായിരിക്കും 10 കിലോമീറ്റർ. 10 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, കിലോമീറ്റർ നമുക്കറിയാം ഒരു യൂണിറ്റാണ്, അതിൻ്റെ കൂടെ 10 കൂടി ആകുമ്പോൾ എന്തായിരിക്കും ഒരു ക്വാളിഫൈങ് വേർഡും കൂടെ ആഡ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ കോമ്പോസിറ്റ് യൂണിറ്റ് എന്ന് പറയാം. ഇപ്പോൾ ലാബേഴ്സ് ഹവർ എന്താണ് കിലോമീറ്ററാണ് അല്ലേ, ലാബേഴ്സ് ഹവർ എത്ര മണിക്കൂർ ഇതെടുത്തു. പിന്നെ കിലോ വാട്ട് ഹവർ എന്താണ്, കിലോ വാട്ട് യൂണിറ്റാണ്, ഹവർ യൂണിറ്റാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് അതൊരു കോമ്പോസിറ്റ് യൂണിറ്റ്. 2 യൂണിറ്റുകൾ ചേർന്നിട്ടില്ലെങ്കിൽ അതൊരു കോമ്പോസിറ്റ് യൂണിറ്റാണ്. ഇനി നെക്സ്റ്റ്, അപ്പോൾ നമുക്ക് യൂണിറ്റ് ഓഫ് കളക്ഷൻ പഠിച്ചു. ഇനി നെക്സ്റ്റ് യൂണിറ്റ് ഓഫ് അനാലിസിസ് ആണ്. അതായത് നമ്മളൊരു ഡേറ്റ അനലൈസ് ചെയ്യാനോ ഇൻ്റർപ്രറ്റ് ചെയ്യാനോ എടുക്കുന്ന യൂണിറ്റിനെയാണ് നമ്മൾ യൂണിറ്റ് ഓഫ് അനാലിസിസ് എന്ന് പറയുക. നമ്മൾ സാധാരണ ഡേറ്റ അനലൈസ് ചെയ്യുന്ന ഒന്നല്ലെങ്കിൽ റേഷ്യോ വെച്ചിട്ടാണ്. ഇപ്പോൾ ആർക്കാണ് കൂടുതൽ ഹൈറ്റ് ഇല്ലേ റേഷ്യോ വെച്ചിട്ട്, അല്ലെങ്കിൽ പെർസെൻറ്റേജ് വെച്ചിട്ട്. ഇപ്പോൾ ഫാത്തിമക്ക് നമുക്കറിയാം ഇത്ര പെർസെൻറ്റേജ് മാർക്കുണ്ട്, ആയിഷയ്ക്ക് ഇത്ര പെർസെൻറ്റേജ്. അപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് വെച്ചിട്ട് എന്ത് ചെയ്യുക അനലൈസ് ചെയ്യും. അവർ രണ്ടുപേരും നമ്മൾ അനലൈസ് ചെയ്യും, ആരാണ് കൂടുതൽ പഠിക്കുന്നത് അല്ല അനലൈസ് ചെയ്യും. അതുപോലെ തന്നെ കോഎഫിഷ്യൻറ്റ്, ഇതൊക്കെ നമുക്ക് പഠിക്കാണ്ട്. അതെന്ന് വെച്ചാൽ ഇതൊക്കെ എന്താണ് യൂണിറ്റ്സ്, ഇതൊക്കെയാണ് അതിൻ്റെ യൂണിറ്റ്സ് ഓഫ് അനാലിസിസ് എന്ന് വെച്ചാൽ എന്താണ് നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ അനലൈസ് ചെയ്യാനുള്ള യൂണിറ്റാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇത് മെയിനായിട്ട് യൂണിറ്റ് റേഷ്യോയിലായിരിക്കും, പെർസെൻറ്റേജിലായിരിക്കും, അല്ലെങ്കിൽ കോഎഫിഷ്യൻസിലായിരിക്കും. മെയിൻലി എന്ന് വെച്ചാൽ എന്താണ് കമ്പാരിസന് വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുക യൂണിറ്റ് ഓഫ് അനാലിസിസ്. യൂണിറ്റ് ഓഫ് കളക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഫിക്സ്ഡ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ക്വാണ്ടിറ്റിയെ സ്പെസിഫൈ ചെയ്താലാണ് എന്ത് പറയുന്നത് യൂണിറ്റ് ഓഫ് കളക്ഷനെ യൂസ് ചെയ്യുന്നത്. യൂണിറ്റ് ഓഫ് അനാലിസിസ് എന്ന് വെച്ചാൽ ക്വാളിറ്റിയെ സ്പെസിഫൈ ചെയ്യുക. ക്വാളിറ്റി അല്ല, ഇപ്പോൾ നമ്മൾ ആരെ പഠിക്കുന്നത് നമുക്ക് ഇത്ര എമൗണ്ട് എന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളെന്താ ക്വാളിറ്റി, അതായത് കമ്പാരിസന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണിത് യൂണിറ്റ് ഓഫ് അനാലിസിസ്. ഓക്കെ, താങ്ക് യു.